ദിസ് ഡീൽ വിത്ത് എ ഡെവിൾ. മലയാളത്തിലെ നിലവിലെ റെക്കോർഡുകളെല്ലാം തകർക്കാൻ കെൽപ്പുള്ള സിനിമയാണ് മോഹൻലാൽ നായകനായി എത്തുന്ന എമ്പുരാൻ. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങുന്നത്. ചിത്രത്തിന്റേതായി പുറത്തുവരുന്ന ഓരോ അപ്ഡേറ്റിനും ആരാധകർക്കിടയിൽ നിന്ന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഇപ്പോഴിതാ എല്ലാവരും കാത്തിരുന്ന സിനിമയുടെ ടീസർ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആകും ചിത്രമെന്ന സൂചനയാണ് ടീസർ നൽകുന്നത്. വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിച്ച ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ കഴിയുന്ന എല്ലാം സിനിമയിലുണ്ടാകുമെന്ന സൂചനയാണ് ടീസർ നൽകുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലാണ് ടീസർ റിലീസ് ചെയ്തിരിക്കുന്നത്. ആരാധകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മാർച്ച് 27-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് എമ്പുരാന്റെ നിർമ്മാണം. എന്തായാലും നിമിഷ നേരങ്ങൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ സിനിമയുടെ ടീസർ പറക്കുന്നത്. നോർത്തേൺ ഇറാഖിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എന്ന് എഴുതി കാണിച്ചുകൊണ്ടാണ് ടീസർ ആരംഭിക്കുന്നത്. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണെന്ന മോഹൻലാലിന്റെ ഡയലോഗും ടീസറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ലൂസിഫറിന് ഇന്ദ്രജിത്ത് സുകുമാരൻ നൽകിയ ആമുഖം എമ്പുരാന്റെ ടീസറിലും ഒരുക്കിയിട്ടുണ്ട്. ഹീസ് കമ്മിങ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ദ്രജിത്ത് സ്റ്റീഫൻ നെടുമ്പള്ളിയെ വീണ്ടും ആരാധകർക്ക് പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ടീസർ പൂർണ്ണമായും അബ്രഹാം ഖുറേഷിയെ കേന്ദ്രീകരിച്ചാണ് പുറത്തുവിട്ടിരിക്കുന്നത്. മലയാളത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഏറ്റവും ചെലവേറിയ സിനിമയാണ് എമ്പുരാൻ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനിയായ ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് പ്രൊഡക്ഷൻസും ചേർന്നാണ് എമ്പുരാൻ നിർമ്മിച്ചിരിക്കുന്നത്. കൊച്ചി, ഗുജറാത്ത്, ഹൈദരാബാദ്, തിരുവനന്തപുരം, വണ്ടിപ്പെരിയാർ എന്നീ സ്ഥലങ്ങൾക്ക് പുറമെ വിദേശ രാജ്യങ്ങളിൽ വെച്ചും എമ്പുരാന്റെ ചിത്രീകരണം നടന്നിട്ടുണ്ട്. വൻ താരനിര തന്നെയാകും എമ്പുരാനിലും ഉണ്ടാകുക എന്ന വിവരങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തുവന്നു. മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, സാനിയ അയ്യപ്പൻ, സായ് കുമാർ, ഇന്ദ്രജിത്ത് സുകുമാരൻ, ബൈജു തുടങ്ങിയവർ എമ്പുരാനിലും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ടീസർ നൽകുന്ന സൂചന അനുസരിച്ച് ലാലേട്ടന്റെ താണ്ഡവം തന്നെയായിരിക്കും എമ്പുരാനിൽ നമുക്ക് കാണാൻ സാധിക്കുക. മുരളി ഗോപിയാണ് എമ്പുരാന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ലാലേട്ടന്റെ മാസ് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.